അത്യുന്നതനും കാരുണ്യവാനുമായ ദൈവത്തിന് സ്തുതി. നിങ്ങളെല്ലാവരെയും അഗാപ്പെ ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ജ്ഞാനത്തിൻ്റെ പുസ്തകം 9-ാം അധ്യായം 17-ാം തിരുവചനത്തിൽ പറയുകയാണ്, ദൈവമേ, അങ്ങ് ജ്ഞാനത്തെയും പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് അയച്ചില്ലെങ്കിൽ അവിടുത്തെ ഹിതം ആരറിയും? പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ഈ ചാനലിലെ അനേകരുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് ലഭിക്കുകയുണ്ടായി. ഞാനിപ്പോൾ ഒരു പുതിയ രീതിയിലേക്ക് ചാനലിലേക്ക് വരികയാണ്. എൻ്റെ പ്രിയ സുഹൃത്തും വചനപ്രഘോഷകനുമായ എയർഫോഴ്സിൽ ജോലി ഉണ്ടായിരുന്ന CS ആൻ്റണി, ഞങ്ങൾ തങ്കച്ചിൽ നിന്ന് വിളിക്കും, അദ്ദേഹത്തെ നമുക്ക് പരിചയപ്പെടാം. അദ്ദേഹത്തിൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് കേൾക്കുകയും ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ ആൻ്റണി. ഈ 2000 ഫെബ്രുവരിയിൽ എനിക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായി. അപ്പോൾ ഞാൻ സെൻറ്റ് ജോൺസ് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റായിരുന്നു. കുറേ നാൾ അവിടെ കിടന്നു. എനിക്ക് എൻ്റെ നട്ടെല്ലിന് ആയിരുന്നു പരിക്ക്. അപ്പോൾ മെഡിക്കലിലുള്ളവർക്കറിയാം L1, L2, L3 അങ്ങനെയുള്ള നട്ടെല്ലിൻ്റെ കശേരുക്കൾക്കാണ് പ്രശ്നം ഉണ്ടായിരുന്നത്. ഡോക്ടർ പറഞ്ഞു, ഇനി ഒരിക്കലും നടക്കാനൊക്കെ ആവുമെന്ന് തോന്നില്ല, യു വിൽ ബി എ വെജിറ്റബിൾ എന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം അത് കേട്ടപ്പോൾ എനിക്ക് ഉറക്കം വന്നില്ല. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ഉണ്ടായിരുന്നത്, എനിക്ക് കൂട്ടിന്. രാത്രി ചോദിച്ചത് എന്താ, ഒരു മിഡ് നൈറ്റിൽ എഴുന്നേറ്റിട്ട് ചോദിച്ചു, എന്താ ഉറങ്ങുന്നില്ലേ? ഞാൻ പറഞ്ഞു, സതീഷ് ഉറങ്ങിക്കോ, എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞു. ഞാനത് കഴിഞ്ഞിട്ട് 4 മണിയായപ്പം ഇങ്ങനെ എൻ്റെ മനസ്സിൽ പറഞ്ഞു, ഇതെനിക്ക് സംഭവിക്കില്ല, ഞാൻ ഒരു സാധാരണ മനുഷ്യനായിട്ട് ജീവിക്കും. ഞാനിങ്ങനെ പറയാനൊരു കാരണമുണ്ടായിരുന്നു. 1996 എൻ്റെ ഒരു ഫ്രണ്ട് ഒരിക്കൽ ചെന്നൈയിൽ പോയപ്പം അവനൊരു പുസ്തകം മേടിച്ചിട്ട് വന്നു എനിക്ക്. സിൽവ മൈൻഡ് കൺട്രോൾ മെത്തേഡ് എന്നായിരുന്നു പുസ്തകത്തിൻ്റെ പേര്. ആ പുസ്തകത്തിൽ ബൈബിളിലെ കുറേ വചനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു പുസ്തകം മേടിച്ചു. അപ്പോൾ അതിലും ഇങ്ങനെ ബൈബിൾ വചനങ്ങളാണ് ഉണ്ടായിരുന്നത്. വിശ്വസിക്കുന്നവനെല്ലാം സാധ്യമാണ് എന്നുള്ളൊരു വചനമായിരുന്നു അതിലുണ്ടായിരുന്നത്. അതും അതുപോലെ വേറെ പല വചനങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ മനസ്സിൽ ഇത് സത്യമാണെന്ന് ഒരു തോന്നൽ വെറുതെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഞാനൊരു ദൈവവിശ്വാസിയൊന്നും ആയിരുന്നില്ല. ഞങ്ങൾ ഡിഫൻസിലുള്ളവരൊക്കെ അറിയാം, എല്ലാവരുടെയും ദൈവം. ഇപ്പോൾ ക്രിസ്ത്യാനിയുടെ ക്രിസ്മസിനും ഈസ്റ്ററിനും അതുപോലെയുള്ള എല്ലാ ഫംഗ്ഷനും മറ്റുള്ളവരെല്ലാവരും വരും, ഹിന്ദുക്കളും മുസ്ലിങ്ങളും സിഖുകാരും. ഇപ്പോൾ സിഖുകാരുടെ പ്രോഗ്രാമിന് ക്രിസ്ത്യാനി ഉണ്ടാവും, ഹിന്ദു ഉണ്ടാവും, മുസ്ലിം ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും എല്ലാവരുടെയും കാര്യത്തിന് പോകും. ഞാൻ വിചാരിച്ചിരുന്നത് ഈ എല്ലാവർക്കും ഓരോരോ ദൈവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കള്ള ദൈവങ്ങളല്ലേ. ഒരു കോമൺ ഗോഡ് ഈസ് പോസിബിൾ, ഒരു ക്രിയേറ്റർ. പക്ഷേ എല്ലാവർക്കും ദൈവം ഉണ്ടെന്ന് പറയുന്നു. അപ്പോൾ അതൊരു മിഥ്യ പോലെയാണ് എനിക്ക് തോന്നിയിരുന്നത്. എങ്കിലും 2006 എൻ്റെ ജീവിതത്തിലൊരു വലിയ പ്രശ്നമുണ്ടായി. ഒരു ഭയങ്കര ക്രൈസിസ്, അതായത് ഒരു ഭയങ്കര ഫൈനാൻഷ്യൽ ക്രൈസിസ്. ഞാൻ ബാംഗ്ലൂരിലൊരു ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ദാരിദ്ര്യം എൻ്റെ വീട്ടിലുണ്ടായി. എൻ്റെ ഭാര്യയ്ക്ക് നല്ലൊരു ജോലിയുണ്ട് ഗവൺമെൻറ്റിൻ്റെ. വീട്ടിൽ കഞ്ഞി കുടിക്കാനോ അരി വാങ്ങിക്കാനോ കാശുണ്ടായിരുന്നില്ല. ഒരു നോൺ വെജിറ്റേറിയൻ ഞങ്ങളുടെ വീട്ടിൽ കഴിച്ചിട്ട് വർഷങ്ങളായിരുന്നു. അപ്പോൾ എൻ്റെ അനുജൻ ബൈജു പറഞ്ഞു, നമുക്ക് ബെന്യച്ചൻ്റെ അടുത്തൊന്ന് പോകാം, അച്ഛനോടൊന്ന് ചോദിക്കാം എന്ന് പറഞ്ഞു. ബെന്യച്ചൻ എന്ന് പറഞ്ഞാൽ ഫാദർ മാത്യു ഞുങ്ങണിയിൽ
ഇന്ന് പാലക്കാട് രൂപതയിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് പോയി. അച്ഛൻ്റെ അടുത്ത് പോയപ്പം അച്ഛൻ ഒറ്റ വാക്കിലെല്ലാം തീർത്തു. കുറേ എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ചു ഞങ്ങൾ. പക്ഷേ ഞങ്ങൾ നല്ല പരിചയമുള്ള അച്ഛനാണ്. വീടിൻ്റെ അടുത്ത് തന്നെ, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ആളാണ്. അപ്പോൾ അച്ഛനെല്ലാം ഒറ്റ വാക്കിൽ പറഞ്ഞു, തങ്കച്ചൻ ധൈര്യമായിട്ട് പോ, കർത്താവ് കടം തീർക്കും. എനിക്കിത് കേട്ടപ്പോൾ ശരിക്കും ചിരിയാണ് വന്നത്. ഞാൻ കർത്താവ് 10 പൈസ ആർക്കും കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, എനിക്കൊട്ട് തന്നിട്ടുമില്ല. പിന്നെ ഇങ്ങനെ എൻ്റെ ഈ കടമെല്ലാം കർത്താവ് തീർക്കും. ശരി, പക്ഷേ ഒരു സംഭവം അവിടെ നടന്നു. ഞങ്ങളെല്ലാവരും കൂടെ ഇരിക്കുന്ന സമയത്ത് അച്ഛൻ കുറച്ച് ദൂരത്താണ്. അച്ഛൻ ജസ്റ്റ് വന്നപ്പോൾ ഒരു 5-6 പേരുണ്ട്, ഞങ്ങൾ 2-3 പേരുണ്ട്. അതുകൂടാതെ വേറെ മറ്റാളുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ അച്ഛൻ വന്നിട്ട് ചോദിച്ചത്, ആരാണ് ഇവിടെ സിഗരറ്റ് വലിച്ചിട്ട് വന്നെന്ന് ചോദിച്ചു. അപ്പോൾ എൻ്റെ മനസ്സിലൊരു അതിശയം തോന്നി. ഇതെങ്ങനെ ഈ അച്ഛൻ അറിഞ്ഞു ഇവിടെ ഒരാൾ സിഗരറ്റ് വലിച്ചിട്ട് വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് ഇതാരാണെന്ന് പറയുമോ എന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോൾ ഒരു കുറച്ച് സമയത്തിന് ശേഷം എൻ്റെ തന്നെ അളിയൻ പറഞ്ഞു, ഞാനാണ്. അപ്പം ഞാൻ അതിശയിച്ചു പോയി. എൻ്റെ കൂടെ വന്ന ആൾ എൻ്റെ സിഗരറ്റ് വലിച്ചത് ഞാൻ കണ്ടില്ല, പക്ഷേ ഈ അച്ഛനങ്ങനെ കണ്ടു. അപ്പം അച്ഛൻ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ ലോകത്തിൽ എത്ര സിഗരറ്റ് ഉണ്ടാക്കി, എത്ര വലിച്ചു, എത്ര കളഞ്ഞു, എത്ര ബീഡി ഉണ്ടാക്കി, എത്ര വലിച്ചു, എത്ര കളഞ്ഞു, എത്ര തീപ്പെട്ടിക്കൊള്ളി ഉണ്ടാക്കി, തീപ്പെട്ടിക്കൊള്ളി ഉരച്ചു, എത്ര കത്തി, എത്ര കത്തിയില്ല, എത്ര പുല്ല് ഉണ്ടായി, എത്ര പശു തിന്നു, ബാക്കി എത്ര കരിഞ്ഞു പോയി, എത്ര കത്തിപ്പോയി. ഇതെല്ലാം ദൈവത്തിനറിയാം. എനിക്ക് ഇത് കേട്ടപ്പോൾ, ഞാൻ കമ്പ്യൂട്ടർ ഫീൽഡിൽ, സോഫ്റ്റ്വെയർ ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. എനിക്ക് ഇത് കേട്ടപ്പോൾ സഡനായിട്ട് എൻ്റെ മനസ്സിലേക്ക് വന്നത്, ദൈവം ഒരു സൂപ്പർ കമ്പ്യൂട്ടറാണോ ഇതെല്ലാം അറിയാൻ. ഏതായാലും ഞാൻ തിരിച്ചുപോയി. ബാംഗ്ലൂരിൽ എൻ്റെ ബിസിനസ് എന്ന് പറയാനൊന്നുമില്ല. ഞാനിങ്ങനെ ഓഫീസിൽ പോയിരിക്കും. ഒരു സംശയം എൻ്റെ മനസ്സിലുദിച്ചു. ഈ അച്ഛൻ പറഞ്ഞില്ലേ കടം കർത്താവ് തീർക്കും. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇതിനു മുമ്പുണ്ടായ സംഭവങ്ങളെല്ലാം ചേർക്കുമ്പോൾ എന്തോ വലിയൊരു അത്ഭുതം ആരോ ചെയ്തതുപോലെ എനിക്ക് തോന്നി. ഒരു പക്ഷേ അങ്ങനെ ഒരു അത്ഭുതം എൻ്റെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാവുമോ? ആരാണ് ഈ അത്ഭുതങ്ങളൊക്കെ ചെയ്തത്? ഇപ്പം ആ അത്ഭുതം ചെയ്ത ആളിനെ പറ്റിയാണോ ഈ പറഞ്ഞത്? എല്ലാം അറിയുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞു. സകലതും അറിയാം ദൈവത്തിന്. ഞാനിങ്ങനെ ബൈബിൾ വായിക്കാൻ തുടങ്ങി. അപ്പോൾ ഒന്നാമതായിട്ട് വായിക്കാൻ തുടങ്ങിയത് ബൈബിളിൽ എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ കർത്താവ് കടം തീർക്കും എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് ബൈബിൾ വായിക്കാൻ തുടങ്ങിയത്. കാരണം ഓഫീസിൽ വേറെ പണിയൊന്നുമില്ല. എൻ്റെ ഓഫീസ്, ഞാൻ ഒറ്റയ്ക്കിരിക്കുന്നു. എൻജിനീയേഴ്സൊക്കെ പോയി, അവർക്ക് സാലറി കൊടുക്കാനില്ലായിരുന്നുകൊണ്ട് അവരൊക്കെ സ്ഥലം വിട്ടു. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കല്ലേ. ബൈബിൾ വായിച്ചു പലപ്പോഴും പലതും വായിച്ചൊക്കെ നോക്കി. അവിടെ നിന്ന് കടമൊന്നും തീർക്കുന്നൊന്നും കണ്ടില്ല. പക്ഷേ മത്തായിയുടെ സുവിശേഷം വായിച്ചപ്പം 6:33 വായിച്ചപ്പം ദൈവത്തിൻ്റെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എൻ്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണിത്. അപ്പോൾ എവിടെയാണ് ഈ ദൈവത്തിൻ്റെ രാജ്യം, ദൈവത്തിൻ്റെ നീതി എന്താണ്? ഇത് അന്വേഷിക്കാൻ തുടങ്ങി. ബൈബിൾ വീണ്ടും വായിക്കാൻ തുടങ്ങി. ബൈബിളിലൂടെ വീണ്ടും വായിക്കാൻ തുടങ്ങി. എങ്കിലും എൻ്റെ ഒരു സെർച്ച് ഈ കടം തീർക്കാനുള്ള എന്തെങ്കിലും ഒരു വചനം അതിനകത്തുണ്ടാകുമോ എന്നുള്ളതാണ്. അങ്ങനെ വായിച്ചപ്പോഴാണ് യോഹന്നാൻ്റെ സുവിശേഷം 14:12 പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും, ഇവയേക്കാൾ വലിയവയും, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നതുകൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും എന്നിങ്ങനെ ഒരു വചനം. അതെന്നെ വളരെയധികം സ്ട്രൈക്ക് ചെയ്തു. എന്താണ് യേശുക്രിസ്തു ഒരു മനുഷ്യനെ പറ്റി ഉദ്ദേശിക്കുന്നത്? അവനിൽ വിശ്വസിക്കുന്നവൻ അവനേക്കാൾ വലിയ കാര്യം ചെയ്യും. അങ്ങനെ ഒരു ദൈവത്തെക്കാളും
വലുതായിട്ട് അവനിൽ വിശ്വസിക്കുന്നവൻ ഒരു മനുഷ്യൻ ചെയ്യുമെന്ന് പറയുന്ന ഒരു ദൈവം യഥാർത്ഥ ദൈവമോ? ഇതിങ്ങനെയൊക്കെ ദൈവത്തിന് ചിന്തിക്കാൻ പറ്റുമോ? പക്ഷെ എൻ്റെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ തോന്നിയിരുന്നത്, ഇനി ഇത് പറയുന്നതൊക്കെ ശരിയാണോ? പക്ഷെ ബൈബിളിൽ എങ്ങനെ നുണ എഴുതി വയ്ക്കാൻ പറ്റും എന്നൊക്കെ ഞാൻ ചിന്തിച്ചു, കുറേ ചിന്തിച്ചു. ഐ സ്റ്റാർട്ട് സെർച്ചിങ് ഫോർ ഗോഡ്. അതിനു മുമ്പും എനിക്കിങ്ങനെ പലപ്പോഴും ദൈവത്തെപ്പറ്റി അന്വേഷിക്കാനുള്ള ഒരു ത്വര എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പലതും ഹിന്ദുയിസം, ഇസ്ലാം ഇതിനൊക്കെ പറ്റിയൊക്കെ പഠിക്കുകയും ക്രിസ്ത്യാനിറ്റിയെ പറ്റിയൊക്കെ പഠിക്കാനൊക്കെ കുറേ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഒരു ശരിയായ രീതിയിൽ എനിക്കൊന്നും മനസ്സിലായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഏതായാലും അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷണം ഇങ്ങനെയായി. 3 വർഷം കൊണ്ട് എൻ്റെ കടങ്ങളെല്ലാം തീർന്നു. അതിനിടയ്ക്ക് ഞാനും കർത്താവും തമ്മിലൊരു ചലഞ്ച് ഉണ്ടായിരുന്നു. എൻ്റെ കടങ്ങളൊക്കെ ശരിക്കും അച്ഛൻ പറഞ്ഞ പോലെ തീർക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനി എൻ്റെ കടം തീർന്ന ദിവസം മുതൽ മറ്റൊരു ജോലിക്ക് ഞാൻ പോകില്ല, കർത്താവിൻ്റെ ജോലിക്ക് മാത്രമേ പോവുകയുള്ളൂ. അങ്ങനെ ഞാൻ 2010 കർത്താവിൻ്റെ ജോലി മാത്രം ചെയ്യാനായിട്ട് തീരുമാനമെടുത്തു. അപ്പോഴേക്കും ഞങ്ങൾക്കൊരു പ്രെയർ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ഒരു സഹോദരൻ പറഞ്ഞു, വെയിറ്റ്, അല്പം കൂടെ കഴിയട്ടെ, അതിനുശേഷം മതി എന്ന് പറഞ്ഞു. 2014 ഒക്ടോബർ മുതൽ ഞാൻ കർത്താവിൻ്റെ ശുശ്രൂഷകൾ മാത്രം ചെയ്യാൻ എൻ്റെ ജോലിയൊക്കെ വിട്ടു. അതിനിടയിൽ തമിഴ്നാട്ടിൽ പല സ്ഥലങ്ങളിലും പോയി കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. കർണാടകത്തിലെ, ഇന്ന് മഹാരാഷ്ട്രയിലെ, കേരളത്തിലെ അവരവരുടെ ഭാഷകളിൽ, നോർത്ത് ഇന്ത്യയിലെ അവരവരുടെ ഭാഷകളിൽ കർത്താവിൻ്റെ വചനം പറയാനും മറ്റ് പല ശുശ്രൂഷകൾ ചെയ്യാനും കർത്താവിനെ ധാരാളമായി അനുഗ്രഹിച്ചിരിക്കുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 54-ാമത്തെ അധ്യായം 10-ാം വചനം ഇങ്ങനെ വായിക്കുന്നു. നിന്നോട് കരുണയുള്ള കർത്താവ് അരുളിച്ചെയ്യുന്നു, മലകൾ അകന്നു പോയേക്കാം, കുന്നുകൾ മാറ്റപ്പെട്ടേക്കാം, എന്നാൽ എൻ്റെ അചഞ്ചലമായ സ്നേഹം നിന്നെ പിരിയുകയില്ല, എൻ്റെ സമാധാന ഉടമ്പടിക്ക് മാറ്റം വരികയുമില്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എനിക്കിന്നറിയാം, സത്യത്തിൽ എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവ് എന്നോടൊപ്പമുണ്ട്. ആ പിതാവ് എന്നെ ഞാൻ ചിന്തിക്കുന്നതിനേക്കാൾ അധികമായി സ്നേഹിക്കുന്നു. ആ പിതാവ് എന്നെ വളർത്തിയതിന് ഒരതിരുമില്ല, ഇന്നും വളർത്തിക്കൊണ്ടിരിക്കുന്നു. ആ പിതാവിന് എല്ലാ മഹത്വവും ഉണ്ടാവട്ടെ. ആമേൻ. ഹല്ലേലൂയ.